ഹലോ കൂട്ടുകാരെ, ജിഫീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനെയിൽ കണ്ടതുപോലെ നമ്മുടെ സാധാരണ പഴംപൊരി, നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് കറുമുറ കടിച്ചു തിന്നാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടി കുട്ടി പഴംപൊരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ഏത്തപ്പഴം കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പഴം ഏകദേശം ഇവിടെ കുട്ടി കുട്ടി പഴംപൊരിയാണ് ഇഷ്ടം. ഞാനപ്പോൾ കുട്ടി കുട്ടി പഴംപൊരിക്കായിട്ട് ഇങ്ങനെ 4 ആക്കി പഴം ഇങ്ങനെ മുറിച്ചെടുക്കുക. അതായത് ഇവിടെ ഞാൻ ഒരു പഴം നേർപകുതിയാക്കി മുറിച്ചിട്ട് വീണ്ടും വീണ്ടും ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ്. കാണുന്നവർക്ക് തോന്നുന്നത് എന്ത് പിശുക്കാണെന്ന്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും അവർക്ക് കുഞ്ഞു കുഞ്ഞു പഴംപൊരി കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കുട്ടി കുട്ടി പഴംപൊരിക്കുള്ള പാകത്തിനാക്കി ഞാൻ നമ്മുടെ പഴമെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പ് മൈദാമാവിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നല്ല വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി. കടലപ്പൊടി ഇടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പഴംപൊരിക്ക്. അതോടൊപ്പം മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നിറത്തിന് വേണ്ടി 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒഴിക്കുന്നതിനനുസരിച്ച് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഈ പൊടിക്ക് നമുക്ക് ഈ ബാറ്റർ ഈ ഒരു കട്ടിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് കിട്ടണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പഴം ഓരോന്നായി ഓരോരോ കഷ്ണങ്ങളായി ഇങ്ങനെ മാവിൽ ഡിപ്പ് ചെയ്ത് എടുക്കുക. കണ്ടോ, പഴം ഇങ്ങനെ മാവിൽ ഇങ്ങനെ കുതിർന്ന് നിൽക്കണം. ആ മാവ് അതിലിങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കണം. ആ ഒരു രീതിക്ക് വേണം നമുക്ക് ബാറ്റർ എടുക്കാനായിട്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ കുട്ടി കുട്ടി പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള പഴം മാവിൽ മുക്കി അതിലേക്ക് ഇടുക. വളരെ സിമ്പിളാണ്. കടലപ്പൊടി ഇടുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പഴംപൊരിക്കൊക്കെ ഒരു ചെറിയ എരിവുണ്ടാകും. കാരണം അവർ ഒരേ എണ്ണയിൽ തന്നെയാണല്ലോ മുളക് ബജിയാണെങ്കിലും സവാള വടയാണെങ്കിലും പരിപ്പ് വടയാണെങ്കിലും വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ എരിവിൻ്റെ ഒരു അംശം ആ വെളിച്ചെണ്ണയിലുണ്ടാകും. വേണമെങ്കിൽ നമുക്കൊരു വറ്റൽ മുളക് പൊട്ടിച്ചതിൽ വറുത്ത് കോരിയ ശേഷം ഈ പഴം ഇതിലിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സൈഡും മറിച്ചിട്ടും തിരിച്ചിട്ടും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരേക്കും, നല്ലൊരു പഴംപൊരിയുടെ നിറം കിട്ടുന്ന വരേക്കും എണ്ണയിൽ മൊരിയിച്ചെടുക്കുക. ആ ഒരു നിറം വരുമ്പോഴത്തേനും കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ എണ്ണയിൽ അതിൽ നിന്ന് പോയി നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടും. സിമ്പിളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്